നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുന്നത്? എൻ്റെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കഠിനാധ്വാനം കൊണ്ട് അല്ലെ, അങ്ങനെയാണ് പറയാറുള്ളത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അതിൻ്റെ ക്രെഡിറ്റും നമ്മൾക്ക് തന്നെ കൊടുക്കുന്നു. അതേസമയം നമ്മുടെ ജീവിതത്തിൽ ഒരു തട്ടുകേടുണ്ടായാൽ, ഒരു പരാജയം ഉണ്ടായാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പറയുന്നു അതിന് ഉത്തരവാദി ഞാനല്ല, അത് അവൻ പാരവെച്ചു അല്ലെ അവൾ പാരവെച്ചു, അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യക്കേട്, എൻ്റെ കഴിവുകേട്. അങ്ങനെ കാരണങ്ങളുടെ ഒരു പരമ്പര തന്നെ നമ്മൾ സൃഷ്ടിക്കും. സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ ഇതൊരു എസ്കേപ്പിസമാണ്. നമ്മളുടെ പരാജയങ്ങളുടെ ഉത്തരവാദി നമ്മൾ അല്ല എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയുന്ന വലിയ ഒരു കള്ളം, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ മനസ്സ് കാണിക്കുന്ന ഒരു കുതന്ത്രം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് മനസ്സിന് സ്വയം ഒരു ആശ്വാസം കിട്ടിയേക്കാം, അല്ലെങ്കിൽ സ്വയം തെറ്റുകാരനല്ല എന്ന് നമുക്ക് നമ്മുടെ മനസ്സിനോട് ഒരു കള്ളം പറയാം. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് തെറ്റുകാരൻ? ഓർക്കുക, നമ്മുടെ ജീവിത വിജയങ്ങൾക്ക് നമ്മളാണ് ഉത്തരവാദിയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾക്ക് നമ്മൾ തന്നെയാണ് കാരണക്കാരൻ, മറ്റാരുമല്ല. മറ്റു സാഹചര്യങ്ങളെയോ മനുഷ്യരെയോ നിയന്ത്രിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. പക്ഷെ അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള കഴിവ് പൂർണ്ണമായും നമ്മുടെ ഉത്തരവാദിത്തമാണ്. സത്യം പറഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുന്നു എന്നതാണ് അർത്ഥം. വിജയിച്ച മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അവർ പരാജയങ്ങൾക്ക് മറ്റുള്ള ഒരാളെയും കുറ്റപ്പെടുത്താറില്ല. പകരം എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അവർ സ്വയം കണ്ടുപിടിച്ച് അത് തിരുത്തും. എന്നിട്ട് ആ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവർ തന്നെ ഏറ്റെടുക്കും. ആ രക്ഷപ്പെടൽ തന്ത്രം നമുക്ക് ഇന്നു മുതൽ അവസാനിപ്പിക്കാം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തി നമ്മുടെ ജീവിതത്തിന്റെ വിജയമായാലും പരാജയമായാലും അതിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തു തുടങ്ങാം. അങ്ങനെ ഒരു നല്ല ശീലം നമുക്ക് ഇന്നു മുതൽ വളർത്തിയെടുക്കാം. ഇതാണ് ഈ വിഷയത്തിലുള്ള എൻ്റെ കാഴ്ചപ്പാട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അറിയിക്കുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.